ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 93-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 8-ാം ഞായറാഴ്ച. ഇന്നത്തെ വചനചിന്തയ്ക്കായി സഭ നമുക്ക് തരുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനഭാഗമാണ്. വിതക്കാരന്റെ ഉപമയും ഉപമകളുടെ ഉദ്ദേശവും വിതക്കാരന്റെ ഉപമയെക്കുറിച്ചുള്ള വിശദീകരണവുമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഉള്ളടക്കം. ഈ ഉപമയുടെ സമാന്തര ഭാഗങ്ങൾ സമാന്തര സുവിശേഷകന്മാരായ വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായും അവതരിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വചനഭാഗത്തും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 15 വരെയുള്ള വചനഭാഗത്തും ഇതേ ഉപമ അവതരിപ്പിക്കുകയും അതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുകയും ആ ഉപമയുടെ വിശദീകരണം നൽകുകയും ചെയ്യുന്ന യേശുവിനെയാണ് നാം കണ്ടുമുട്ടുന്നത്. ഇന്നത്തെ വ്യാഖ്യാനത്തിൽ നാം മർക്കോസ് വിശേഷകന്റെ അവതരണമാണ് അവലംബിക്കുക. 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനഭാഗം. മർക്കോസ് പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു വാക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് യേശുവിനെ ഒരു ഗുരുവായിട്ട് പഠിപ്പിക്കുന്നവനായിട്ട് ഈ സുവിശേഷ ഭാഗത്ത് അവതരിപ്പിക്കുന്നു. യേശുവിന്റെ സുവിശേഷ പ്രഘോഷണത്തിന് യേശു സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഉപമകളിലൂടെ അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. ഗലീലയിലാണ് യേശുവിന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നതായിട്ട് മർക്കോസ് സുവിശേഷൻ അവതരിപ്പിക്കുക. ആ ഗലീലയിൽ ആരംഭിക്കുന്ന ഈ സുവിശേഷ പ്രഘോഷണം ചില ഭവനങ്ങളിൽ വെച്ചും ഗനേസരത്ത് തടാകത്തിന്റെ അല്ലെങ്കിൽ ഗലീലി കടലിന്റെ തീരത്ത് വെച്ചുമൊക്കെ യേശു നടത്തുന്നതായിട്ടാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. ഇന്നത്തെ വേദഭാഗം ആരംഭിക്കുന്നിടത്ത് തന്നെ യേശു പറയുന്നുണ്ട്, സുവിശേഷൻ പറയുന്നു, യേശു കടൽ തീരത്ത് വെച്ച് വീണ്ടും പഠിപ്പിക്കുവാൻ തുടങ്ങിയാണ്. അവിടെ വലിയ ഒരു ജനാവലി വന്നുകൂടിയെന്നും ആ ജനാവലിയെ അഭിസംബോധന ചെയ്യുവാനായിട്ട് യേശു അവിടെ ഉണ്ടായിരുന്ന ഒരു വള്ളത്തിൽ കയറിയിരുന്നുവെന്നും വന്നുകൂടിയ ജനം അവന് അഭിമുഖമായി കരയ്ക്ക് തിങ്ങിക്കൂടിയെന്നും സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. അനേകര് വചനം കേൾക്കുവാൻ വന്നപ്പോൾ ആ വചനം അവതരിപ്പിക്കുന്ന യേശു ആ വചനത്തോട് എങ്ങനെ മനുഷ്യൻ പ്രതികരിക്കും എന്ന് വ്യക്തമാക്കുകയാണ് ഈ ഉപമയിലൂടെ. ദൈവവചനം ഒരു വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യമാണ്. അതിനോടുള്ള പ്രതികരണം പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. ആ പ്രതികരണം നമുക്ക് ഫലദായകത്വമുള്ള പ്രതികരണവുമുണ്ട്, അല്ലെങ്കിൽ ഫലം കൊയ്യാതെ പോകുന്ന, ഫലം നൽകാതെ പോകുന്ന പ്രതികരണവുമുണ്ട്. വചനം എന്നുള്ളത് പഠിപ്പിക്കുവാനായിട്ട് യേശു ഉപയോഗിക്കുന്നതാണ്. ഈ വചനം മനുഷ്യ മനസ്സിൽ സ്വീകരിക്കപ്പെടണം. ആ വചനം ഫലദായകമായി മാറണം. അതാണ് ഉപമയുടെ ഉദ്ദേശം. ഈ ഉപമ യേശു തൻ്റെ ശ്രോതാക്കളോട്, തൻ്റെ ശിഷ്യന്മാരോടും വന്നുകൂടിയ ജനങ്ങളോടും പറയുമ്പോൾ യേശുവിൻ്റെ മനസ്സിൽ ഈ വചനത്തോട് മനുഷ്യൻ പ്രതികരിക്കുന്ന വിവിധ രീതികളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക, അത് ഫലദായകമായ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഉപമയിൽ 4 തരത്തിലുള്ള രീതികൾ ഒരു വചനം വിതയ്ക്കുന്നവന്റെ, ഒരു വിതക്കാരന്റെ ഉപമയിലൂടെ യേശു അവതരിപ്പിക്കുന്നുണ്ട്. വിതയ്ക്കുവാൻ പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ തൻ്റെ ശ്രോതാക്കൾക്ക് ആ ഒരു സംഭവം സുപരിചിതമാണ്. വിതക്കാരൻ വിത്തുമെടുത്ത് വിതയ്ക്കുന്ന ഒരു അനുഭവം പറയുമ്പോൾ ആ വിത്തുകൾ വീഴുന്ന പ്രതലങ്ങളെ കുറിച്ചാണ് പറയുക. 4 വ്യത്യസ്തങ്ങളായ പ്രതലങ്ങളെയാണ് ഉപമയിലൂടെ യേശു അവതരിപ്പിക്കുക. ഒന്നാമത്തേത്
വഴിയരികിൽ വീണ വഴിയരിക് എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ സ്ഥലം. വിത്ത് വിതയ്ക്കുവാൻ പോകുന്നവന്റെ കയ്യിൽ നിന്നും ഏതാനും വിത്തുകൾ മാത്രമാണ് ഈ വഴിയരികിൽ പാതയോരത്ത് വീഴുക. പാതയോരത്ത് വീഴുന്ന ഈ വിത്തുകൾ തൽക്ഷണം പക്ഷികൾ വന്ന് കൊത്തിയെടുത്തുകൊണ്ട് പോകുന്നു. അതിന് ഫലം പുറപ്പെടുവിക്കാനേ പറ്റുകയില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഈ ഉപമയുടെ ആദ്യ ഭാഗത്തുള്ളത്. ആ വിതക്കാരൻ വിതച്ച വിത്ത് വഴിയരികിൽ വീണതുകൊണ്ട്, രണ്ട് രീതിയിൽ വഴിയരികായതുകൊണ്ട് അവിടെ മണ്ണിന് ഇളക്കമില്ല, ഉറച്ച സ്ഥലമാണത്. അവിടെ വീഴുന്ന വിത്ത് എല്ലാവർക്കും ദൃശ്യമാണ്, കാടുകൾ കളകളില്ല. അതുകൊണ്ട് അത് പക്ഷികൾക്ക് വന്ന് കൊത്തിക്കൊണ്ടു പോകുവാൻ എളുപ്പമുണ്ട്. അങ്ങനെ ആ സ്ഥലത്തു നിന്നും പക്ഷികൾ വേഗം ആ വിത്തുകൾ കൊത്തിയെടുത്തുകൊണ്ട് പോയി എന്നാണ് യേശു പറയുന്ന ഒന്നാമത്തെ ആ വചനം. വിത്ത് സ്വീകരിക്കുന്ന പ്രതലത്തിന്റെ പ്രത്യേകത, മണ്ണിന്റെ പ്രത്യേകത. രണ്ടാമത് യേശു പറയുന്നു, മറ്റു ചില വിത്തുകള് പാറപ്പുറത്ത് വീണു. പാറപ്പുറം എന്ന് പറയുമ്പോൾ ഇവിടെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകുന്ന കേവലം പാറയല്ല, പാറയുള്ള മണ്ണ്. കാരണം അല്പം മണ്ണ് ആ പാറയിൽ ഉണ്ട്. ഗലീലി പ്രദേശം പാറകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മണ്ണിന് ആഴമില്ല, അടിയിൽ പാറയാണ്, അല്പം മണ്ണ് മാത്രമാണ് ആ പാറയുടെ മുകളിലുള്ളത്. അങ്ങനെയുള്ള പ്രതലത്ത് ഈ വിത്തുകൾ വീഴുകയാണ്. ആ വിത്തുകൾ അതിന് വേഗം പൊട്ടി മുളയ്ക്കുന്നു, അല്പം മണ്ണുള്ളത് കൊണ്ട്. പക്ഷേ ആഴത്തിലേക്ക് വേര് പോകുവാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് സൂര്യനുദിച്ച വെയില് ശക്തമായപ്പോൾ അത് വാടിക്കരിഞ്ഞു പോയി. അതിന് വളരുവാനോ ഫലം പുറപ്പെടുവിക്കാനോ സാധിച്ചില്ല എന്ന് യേശു പറയുന്നു. രണ്ടാമത്തെ ഒരു പ്രത്യേകമായ സാഹചര്യമാണ് ഈ പ്രതലം കൊണ്ട് യേശു വ്യക്തമാക്കുന്നത്. മൂന്നാമത് യേശു പറയുന്നത് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്തിനെ കുറിച്ചാണ്. ഈ വിതക്കാരൻ വിതയ്ക്കുമ്പോൾ കുറെ വിത്തുകൾ മുള്ളുകൾക്കിടയിൽ വീണു. ഒരുക്കിയ ഒരു പ്രതലത്തിലല്ല. കൃഷിക്ക് വേണ്ടി കർഷകര് മുള്ളുകൾ വെട്ടിയൊതുക്കി അല്ലെങ്കിൽ അതിനെ പറിച്ചു കളഞ്ഞ് ഒരുക്കുന്ന ഒരു പ്രതലത്തിലല്ല ഈ മൂന്നാമത്തെ രീതിയിലുള്ള വിത്തുകൾ വീണത്. അത് മുള്ളുകളുടെ ഇടയിൽ വീണു. ആ മുള്ളുകൾ വളർന്ന് അവയെ ഞെക്കിക്കളഞ്ഞു. അതുകൊണ്ട് ആ വിത്തുകൾക്ക് വളരുന്നതിനോ ഫലം പുറപ്പെടുവിക്കുന്നതിനോ സാധിച്ചില്ല എന്ന് യേശു പറയുകയാണ്. അതേസമയം വിതക്കാരൻ വിതയ്ക്കുന്ന ശേഷിക്കുന്ന വിത്ത് മുഴുവൻ നല്ല സ്ഥലത്ത് വീണു. ബാക്കി വിത്തുകൾ അവൻ ശേഷിച്ച വിത്തുകൾ എന്നാണ് ഇവിടെ രൂപപ്പെടുത്തുക. ഏതാനും വിത്തുകളല്ല, ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അത് ഒരുക്കപ്പെട്ട മണ്ണാണ്. അവിടെ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിച്ചു എന്ന് യേശു പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നിടത്ത് പറയുന്നത് അവരെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കേൾക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു തന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. ഈ ഉപമ അവസാനിക്കുന്നിടത്ത് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഇപ്രകാരം യേശുവിന്റെ ഈ പ്രഘോഷണം, ഈ ഉപമ പറയുമ്പോൾ, അവിടെ നിന്ന് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതുവഴി കൊടുക്കുന്ന സന്ദേശം അവരുടെ ഹൃദയങ്ങളിൽ പതിക്കണം എന്നുള്ള ചിന്തയാണ് യേശുവിന്റെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ഉപമ, വിതക്കാരന്റെ ഉപമയില് 4 തരത്തിലുള്ള സ്ഥലങ്ങളെ കുറിച്ച് വിതക്കാരൻ നേരിടുന്ന അല്ലെങ്കിൽ വിതയ്ക്കുമ്പോൾ വിത്തുകൾ പതിക്കുന്ന 4 സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നു. 1 വഴിയോരം, 2 ആ മണ്ണാഴമില്ലാത്ത പാറ, 3 മുള്ളുകളുള്ള സ്ഥലം, 4 ഒരുക്കപ്പെട്ട നല്ല നിലം. അവിടെ വീണ വിത്ത്, അത് ധാരാളം വിത്തുകൾ, ശേഷിക്കുന്ന വിത്തുകളെല്ലാം അവിടെയാണ് വീണത്. വചനത്തെ കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകളെ കുറിച്ച്, ഈ ഫലദായകത്തെ കുറിച്ച് പറയുവാനായിട്ട് യേശു എടുക്കുന്നത് കൂടുതൽ വിത്തുകൾ വീണ ആ നല്ല നിലം. അവിടെ എല്ലാം 100 മേനിയല്ല, 30, 60, 100 മേനിയാണ്. ഈ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് 100 മേനി മാത്രമാണ് അവിടെ അവതരിപ്പിക്കുക. അങ്ങനെയുള്ള നല്ല നിലത്ത് വീണതെല്ലാം 100 മേനി ഫലം പുറപ്പെടുവിച്ചു എന്നാണ് മത്തായി സുവിശേഷൻ പറയുക. എന്നാൽ
ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത് അതിന്റെ ഓർഡർ തിരിച്ചാണ്. അവിടെ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിച്ചു. ആദ്യം 100 മേനി, രണ്ടാമത് 60 മേനിയെ കുറിച്ച് പറയുന്നു, മൂന്നാമത് 30 മേനിയെ കുറിച്ച് പറയുന്നു. ഇതാണ് ഈ സുവിശേഷ അവതരണത്തിൽ ഈ സുവിശേഷന്മാർ തമ്മിലുള്ള അവതരണ വ്യത്യാസം. വിധക്കാരന്റെ ഉപമ ഇതാണ്. ഈ ഉപമയിലെ വചനത്തെക്കുറിച്ച് യേശു പറയുന്നില്ല. നാല് തരത്തിലുള്ള സ്ഥലങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുക. അപ്പോൾ അവർക്ക് ഇതിന്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് കഴിഞ്ഞ് വരുന്ന 3 തിരുവചനങ്ങളിലൂടെ ഉപമകളുടെ ഉദ്ദേശത്തെക്കുറിച്ച് യേശു പറയുന്ന ഭാഗം, അവൻ തനിച്ചായിരുന്നപ്പോൾ 12 ശിഷ്യന്മാരെ അവൻ അടുത്ത് വിളിച്ചു. അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഏതാനും പേരും അടുത്ത് വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്ക് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആ ഉപമകളെ കുറിച്ച് അവർ യേശുവിനോട് ചോദിക്കുകയാണ്. അവർക്ക് മനസ്സിലായില്ല. അവർ യേശുവിനോട് അതിന്റെ ഒരു വ്യാഖ്യാനം ചോദിച്ചു. ഉപമകളിലൂടെ എന്തുകൊണ്ടാണ് നീ സംസാരിക്കുന്നത്? നീ അത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വിധക്കാരന്റെ കാര്യം എന്തുകൊണ്ട് പറഞ്ഞു? യേശു അവരോട് പറയുകയാണ്, ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്ക് എല്ലാവർക്കും ഉപമകളിലൂടെ മാത്രമാണ് അവരോട് പറയുക. കാരണം അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത്. ഈ വേദഭാഗം കേൾക്കുമ്പോൾ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുന്നതിന് യേശു ഉപമകൾ പറയുന്നു. പലപ്പോഴും ഉപമകൾ കൂടുതൽ മനസ്സിലാക്കുവാനാണ് ഉപയോഗിക്കുക. ഒരു വിവരണത്തിന് ഒരു സാധ്യത കൊടുക്കുകയാണ്. ഉപമകളിലൂടെ മനുഷ്യർക്ക് സുപരിചിതമായ ഉപമകളിലൂടെ വലിയ ഒരു സനാതന സത്യം പഠിപ്പിക്കുന്നു. അപ്പോൾ യേശു പറയുകയാണ് അവരോട് ഉപമകളിലൂടെ തന്നെ പറയുന്നത് അവർക്ക് മനസ്സിലാകാതിരിക്കേണ്ടതിനാണ്. ഈ വചനഭാഗം നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ഒരു പഴയ ഉടമ്പടി പശ്ചാത്തലം നാം മനസ്സിലാക്കണം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 9-10 തിരുവചനങ്ങളിൽ ഈ പറയുന്ന വേദഭാഗത്തിന്റെ മർക്കോസ് പറയുന്ന ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലമുണ്ട്. അവിടെ നാം ഇപ്രകാരമാണ് കാണുക. യഹോവയായ കർത്താവിന്റെ മുമ്പിൽ ആരയക്കപ്പെടണം എന്ന് ചിന്തിക്കുമ്പോൾ അയക്കപ്പെടുവാൻ സന്നദ്ധനായി വരുന്ന യേശയ്യോട് ദൈവം പറയുന്ന, കർത്താവ് അരുളി ചെയ്യുന്ന വാക്കുകളാണ്, നിങ്ങൾ വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. ദൈവവചനത്തിൽ നിന്നും ദൈവത്തിന്റെ വഴികളിൽ നിന്നും അകന്നു പോയ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പില് പ്രവാചകൻ വഴി യേശു പറഞ്ഞ വചനങ്ങളാണത്. അതേസമയം കർത്താവിന്റെ വാക്കുകൾ കേട്ടവര് വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് വളരെ ചെറിയ ഗണം മാത്രമേ ഉണ്ടായുള്ളൂ. അനേകര് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും അകന്നു പോയപ്പോൾ പ്രവാചകൻ വഴി യേശു അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പാണത്. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനാണ് അവരുടെ ഹൃദയങ്ങളെ ഞാൻ കഠിനമാക്കുന്നത്. അങ്ങനെ അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക എന്നാണ് പ്രവാചകനോട് പറയുന്നത്. അപ്പോൾ ദൈവം ഇപ്രകാരം ദൈവത്തിന്റെ വചനത്തോട് അല്ലെങ്കിൽ ദൈവികമായ പ്രബോധനങ്ങളോട് മറുതലിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷ പോലെയാണ് ഇതിനെ അവതരിപ്പിക്കുക. അതുകൊണ്ട് ദൈവവചനത്തോട് ആഭിമുഖ്യം പുലർത്താത്തവർക്ക് ഇപ്രകാരമുള്ള ശിക്ഷ ലഭിക്കും എന്നുകൂടി ഒരു മുന്നറിയിപ്പായിട്ട് യേശയ്യായുടെ പുസ്തകം പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ട്, യേശയ്യായുടെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് സുവിശേഷകൻ പറയുകയാണ്. ഈ വേദഭാഗം തന്നെ നമ്മൾ വീണ്ടും അപ്പസ്തോല നടപടിയിൽ കാണുന്നുണ്ട്. അപ്പസ്തോല നടപടി 28-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വചനഭാഗത്ത് യേശയ്യാ പ്രവാചകന്റെ ഈ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അപ്പസ്തോല പ്രവൃത്തി എഴുതിയ ലൂക്ക പറയുന്നു, പ്രവാചകനായ യേശയ്യയെ ഉദ്ധരിച്ച് പൗലോസ് പറഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തുക. നീ പോയി ഈ ജനത്തോട് പറയുക, നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും
മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യമാണ്. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. കഠിന ഹൃദയരായ മനുഷ്യർക്ക് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തുക. ചെവി ഇവിടെ കേൾവിയും മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. അതിനാൽ രക്ഷ വിജാതീയരുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് ഈ അപ്പസ്തോല നടപടി ഇവിടെ അവസാനിക്കുന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് ഇപ്രകാരം നിഷേധാത്മകമായ ഒരു രീതിയിലല്ല ഈ വചനഭാഗം നാം കാണുക. മത്തായിയുടെ സുവിശേഷത്തില് നാം കാണുന്നത് അവർ കണ്ടിട്ടും കാണുന്നില്ല, അവർ കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. അവരുടെ ഹൃദയം കഠിനം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വചനഭാഗമാണ് നാം കേൾക്കുക. അവിടെ മത്തായി സുവിശേഷകൻ ഒരവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. മറ്റു സുവിശേഷങ്ങളിൽ പഴയ ഉടമ്പടി ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ നാം ചിലപ്പോൾ ചിന്തിച്ചു പോകാം, അങ്ങനെ ആകാതിരിക്കുക, അങ്ങനെ സംഭവിക്കുന്നതിന് വേണ്ടിയാണ് ഉപമകളിലൂടെ പറഞ്ഞതെന്ന്. അതല്ല ഇവിടെ അർത്ഥമാക്കുക. അത് പഴയ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ വചനത്തോട് പ്രതികരിച്ച മനുഷ്യരുടെ ഇസ്രായേൽ ജനത്തിന്റെ മനോഭാവത്തെ അവതരിപ്പിക്കുകയാണ് ഈ വേദഭാഗത്ത്. വീണ്ടും ഈ സുവിശേഷത്തിന്റെ അവസാന ഭാഗം വിതകാരന്റെ ഉപമയുടെ വിശദീകരണം കൊടുക്കുകയാണ്. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് യേശു അതിൻ്റെ ഒരു വിശദീകരണം കൊടുക്കുന്നു. വിതക്കാരൻ വചനമാണ് വിതയ്ക്കുന്നത്. അവന്റെ വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ നിന്നും എടുത്തു മാറ്റും. വിതയ്ക്കുന്ന വചനം പിശാച് വന്ന് അവരിൽ നീക്കം ചെയ്യും. വചനം കേൾക്കുന്നു, പക്ഷേ അവരുടെ ഹൃദയത്തിലേക്ക് അതിന് വേരോടിയിട്ടില്ല. അത് പിശാച് അവരിൽ നിന്നും എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീഴ്ത്തപ്പെട്ട വൃക്ഷങ്ങളുടെ അല്ലെങ്കിൽ വിത്തുകളുടെ പ്രതീകം. വീണ്ടും മറ്റു ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. പാറപ്പുറത്തുള്ള അല്പം മണ്ണ് എപ്രകാരം ഈ വിത്തിനെ സ്വീകരിച്ച് മുള പൊട്ടിയോ അതുപോലെ തന്നെ സ്വീകരിക്കുന്നു. പക്ഷേ വേരില്ലാത്തതിനാൽ അല്പസമയത്തേക്ക് മാത്രം അത് നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡകളും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. വചനത്തിന്റെ മുമ്പില് പീഡകള്, അതുപോലെ പീഡനങ്ങള്, വചനത്തെ ക്ലേശങ്ങള് അനുധാവനം ചെയ്യുമ്പോൾ അത് വീണുപോകുന്ന ഒരു അനുഭവം. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പാറപ്പുറത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുക. മൂന്നാമത് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു, എന്നാൽ ഭൗതികമായ വ്യഗ്രതയും ലൗകികമായ ചിന്തകളും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കിക്കളയുന്നു. വ്യക്തിപരമായ തങ്ങളുടെ പ്രത്യേകതകള്, അവരിലുള്ള ദുഷിച്ച വശങ്ങള് ഈ വചനത്തിന് നല്ല ഒരു ചുറ്റുപാട് സൃഷ്ടിക്കുന്നില്ല. അതങ്ങനെ നശിച്ചു പോകുന്നു. അങ്ങനെയുള്ളവരാണ് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്. അവസാനമായി നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. അങ്ങനെ നല്ല നിലത്ത് വീണ വിത്ത് എന്ന് പറയുന്ന ആ പ്രതലം, ആ നല്ല സ്ഥലം, അത് വചനം താല്പര്യത്തോടു കൂടി സ്വീകരിക്കുന്നവരും ആ വചനത്തോട് അനുകൂലമായി പ്രതികരിക്കുന്നവരും അത് ദൈവത്തിന്റെ വചനമാണെന്ന് കരുതി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ വ്യതിയാനം വരുത്തി രക്ഷയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഇങ്ങനെയുള്ള 4ാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരായി നാം മാറി വചനത്തോട് പ്രത്യുത്തരം നൽകണം എന്ന് യേശു ഈ ഉപമ വഴി നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിതക്കാരന്റെ ഉപമ ഈ 4 തരത്തിലുള്ള ഭൂമിയെക്കുറിച്ചും വിതക്കാരൻ വിതയ്ക്കുന്ന വിത്തുകൾ വീഴുന്ന സ്ഥലത്തെക്കുറിച്ചും പറയുന്നുവെങ്കിൽ അതിൻ്റെ പ്രത്യേകത നമ്മൾ അതിൻ്റെ വ്യാഖ്യാനമായി വിശദീകരണമായി കാണുന്നിടത്ത് 4 തരത്തിലുള്ള ഭൂമിയെക്കുറിച്ച്, മനസ്സിനെ കുറിച്ചാണ് പറയുക. അവിടെ വചനത്തോട് പ്രതികരിക്കേണ്ട പ്രത്യേകമായ രീതികൾ ആദ്യത്തെ 3 ഫലദായകമല്ല. എന്നാൽ നല്ല വിത്ത് വീണ ആ പ്രതലം, നല്ല ഭൂമി,
അത് 30, 60, 100 മേനും ഫലം പുറപ്പെടുവിക്കുന്ന ഹൃദയങ്ങളാണ്. അവിടെ എല്ലാവരും 100 മേനി ഫലം പുറപ്പെടുവിക്കണമെന്ന് നിർബന്ധമില്ല. ചിലർക്ക് 30 സാധിക്കുന്നുള്ളൂ എങ്കിൽ മറ്റു ചിലർക്ക് 60 സാധിക്കും, മറ്റു ചിലർക്ക് 100 സാധിക്കും. ഈ ദൈവത്തിൻ്റെ കൃപയോട് നാം പ്രത്യുത്തരം നൽകുന്നത് പോലെ ഇരിക്കും. അതുകൊണ്ട് ഇന്ന് ഈ വചനഭാഗം നാം ശ്രമിച്ചപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സജ്ജമാക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും സ്ഥാനം കൊടുക്കുന്നതിന്, അതിനോട് അനുകൂലമായി പ്രതികരിച്ചുകൊണ്ട് ദൈവം പ്രതീക്ഷിക്കുന്ന നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.